ഞാൻ കഴിച്ചതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ചോക്കോ ബ്രൗണിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള സ്പോട്ട് നമ്മളെ എടപ്പാൾ ചാർക്കോൾ ബേന്റെ തൊട്ടടുത്തുള്ള കഫേ ചോക്കോച്ചിയിലാട്ടോ. അപ്പൊ ഇവിടെ ബ്രൗണി മാത്രമല്ല, കുക്കീസും ഡോണറ്റ്സും പോലെ വേറെയും കുറെ ഐറ്റംസ് ഉണ്ട്. നമ്മൾ എന്തായാലും ഇന്ന് ട്രൈ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് ബ്രൗണി ആയിരുന്നു. അപ്പൊ നോർമൽ ബ്രൗണി ഉണ്ട്, അതല്ലാതെ ബ്രൗണി വിത്ത് ഐസ്ക്രീമും ഉണ്ട്. സോ നമ്മൾ 2 ബ്രൗണി വിത്ത് ഐസ്ക്രീം ഓർഡർ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ചീസ് കേക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു. ബ്രൗണി വിത്ത് ഐസ്ക്രീം ആക്കി തരുമ്പോൾ അവർ ആ ബ്രൗണി ഫസ്റ്റ് ഒന്ന് മിൽക്ക് മേഡൊക്കെ ഒഴിച്ചൊന്ന് ഹീറ്റ് ചെയ്ത് തരും. എന്നിട്ട് അതിന് ശേഷമാണ് അവർ ഐസ്ക്രീം ആഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഐസ്ക്രീമും ബ്രൗണിയും പാടെ മെൽറ്റ് ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇവർ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഇവരെ ഓൺ ബ്രാൻഡായ ചോക്കോച്ചി തന്നെയാണെന്ന്. പിന്നെ ചീസ് കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചീസ് കേക്ക് ആയിരുന്നു. എനിവേ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടത് ബ്രൗണിയാണ്. അങ്ങനെ നമ്മൾ വരെ ചോക്ലേറ്റിന്റെ ഔട്ട്ലെറ്റ് ആയ ചോക്കോച്ചിയിൽ ഒന്ന് കയറി. അപ്പൊ അവിടെ ഉള്ളത് കസ്റ്റമേഴ്സ് ആയി നമ്മൾ പറയുന്ന രീതിയിൽ നമുക്ക് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. പിന്നെ നല്ല അടിപൊളി ചോക്ലേറ്റ് ആണ് നമ്മൾ അവിടുന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ ഫ്ലേവറാ? ഇതിലുള്ള ഒക്കെ ഒരു ഫ്ലേവറാണ്. ജസ്റ്റ് ചോക്ലേറ്റ് പരിചയപ്പെട്ടിട്ടാണ്. നമുക്ക് അതിൽ തന്നെ 24 വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട്. ഈ സെയിം ചോക്ലേറ്റിൽ 24 വെറൈറ്റീസ് ആണ് നമുക്ക് വരുന്നത്. 24 വെറൈറ്റീസ് വരും. കൂടാതെ നമുക്ക് അതിന്റെ ഒരു ബിഗ് ആയിട്ട് വരും. 35 പീസസ് ഉണ്ടാവും. 24 പീസസ് വരും. 35 പീസസ് വരും. ഇതിൽ നമുക്ക് ബോക്സ് ഓഫ് 9 ഉണ്ട്, 15 ഉണ്ട്. പിന്നെ പീസസ് ഒക്കെ സ്റ്റാർട്ടിങ് വരുന്നത് ബോക്സ്. പിന്നെ മെയിൻ ആയിട്ട് ഇതിനൊക്കെ ആവില്ല, വെഡിങ് അങ്ങനത്തെ പരിപാടി. നമുക്ക് ആംബേഴ്സ് കാര്യങ്ങൾ, പിന്നെ ബൊക്കെ അങ്ങനത്തെ വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഹോം ക്രാഫ്റ്റ് വരുന്നത്. കുറച്ച് ഡിഫറൻസിൽ ഹോം ക്രാഫ്റ്റ് വരുന്നത്. ഹോം ക്രാഫ്റ്റിന്റെ സാമ്പിൾസ് ആണ് ഇരിക്കുന്നത്. ഹോം മെയ്ഡ് അങ്ങനത്തെ ഐറ്റംസോ? നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ചാർക്കോൾ ബേയിലും പോയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ എടപ്പാളിലെ ചാർക്കോൾ ബേ ഫുള്ളി റിനോവേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മുമ്പ് സെൽഫ് സർവീസ് ആയിരുന്നു, ഇപ്പൊ അങ്ങനെ ഒന്നല്ല. എനിവേ ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന എന്റെ അവരെ ഫേവറേറ്റ് ഐറ്റം ആയിട്ടുള്ള റോസോ ബേ ചിക്കനും പിന്നെ അതേപോലെ തന്നെ ഒരു ലോഡഡ് ഫ്രൈസും ആയിരുന്നു. എനിവേ നമ്മൾ മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്ന റോസോ ബേ ചിക്കനൊക്കെ അത്യാവശ്യം ജ്യൂസി ആയിരുന്നു, പക്ഷെ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്സും ചട്നി സാലഡും അടിപൊളി തന്നെയായിരുന്നു. പിന്നെ ലോഡഡ് ഫ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലെന്തോ ഒരു സോസ് എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിവേ ഗൈസ്, നിങ്ങൾ ചാർക്കോൾ ബേ എന്നോ ചോക്കോച്ചിന്നോ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫീഡ്ബാക്സ് എന്തായാലും കമന്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ പുതിയൊരു വീഡിയോ കാണുന്നവർക്കും ദിസ് ഈസ് മീമി ചൂസ് സൈനിങ് ഓഫ്.